ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു മിലിറ്ററി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ഒരു മിലിറ്ററി എപ്പിസോഡ് കൊണ്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യൻ ആർമിയിലേക്ക് പോകാനായിട്ട് ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാമാണ് ഞാൻ ഈ മിലിറ്ററി എപ്പിസോഡ് മുഖേന നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിലിറ്ററി എപ്പിസോഡ് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ആർമിയുടെ ഫെസിലിറ്റീസാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ ആർമിയിലെ ഹെയർ കട്ടിങ് എന്തുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത്, അവിടെ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ ഫിസിക്കലി ചെയ്യുന്നത്, ക്യാൻറ്റീനിലെ ഫെസിലിറ്റീസ് എന്താണ്, മെഡിക്കൽ ഫെസിലിറ്റീസ് എന്താണ്, അതുപോലെ ഓരോ പട്ടാളക്കാരനും ഓരോ മാസവും എത്രയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്, അലൗൻസസ് എങ്ങനെയാണ്, പോസ്റ്റിംഗ് എവിടെയൊക്കെയാണ് ലഭിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഈ മിലിറ്ററി എപ്പിസോഡുകൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് തന്നെ. നമ്മുടെ കേരളത്തിലെ എല്ലാ പേരൻസും അറിയാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്. ഞാൻ ഓൺലി ഫെസിലിറ്റീസ് മാത്രമാണ്, അവിടെ ഒത്തിരി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളുണ്ട്, മനസ്സിലായോ? അതൊന്നും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതല്ല. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഒരു പട്ടാളക്കാരൻ സർവീസ് ചെയ്തതിനു ശേഷം പെൻഷൻ ആവുമ്പോൾ ആ ഒരു പട്ടാളക്കാരന് എല്ലാ മാസവും ഇന്ത്യൻ ആർമിയുടെ ക്യാൻറ്റീനിൽ നിന്ന് എത്ര കുപ്പി വീതമാണ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. കുപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ലിക്കറിനെയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നല്ലപോലെ വൈറലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ഇതേ കണക്കുള്ള ഒരു വീഡിയോ, അതായത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ കൂടി അപ്ലോഡ് ചെയ്താൽ ഒത്തിരി കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഓൺലി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എടുക്കാവുള്ളൂ. ഒരിക്കലും ഞാൻ ആൽക്കഹോളിനെ പ്രൊമോട്ടൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഓരോ പട്ടാളക്കാരനും കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ മുഖേന അറിയിക്കുന്നതേ ഉള്ളൂ. കേട്ടോ കുട്ടികളെ, ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നാട്ടിൽ ലീവിന് വരുമ്പോഴും സർവീസ് ചെയ്യുമ്പോഴും അവർക്ക് ലിക്കർ ലഭിക്കുമോ ഇല്ലയോ, ഒരു കുട്ടി അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റാണ്. പെൻഷൻ ആയതിനു ശേഷം എത്ര കിട്ടുന്നു എന്ന് പലരും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ സർവീസ് ചെയ്തിട്ട് പെൻഷനായി, അപ്പോൾ എനിക്കറിയാം, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർക്കും അറിയാം, പക്ഷേ എൻ്റെ കൂട്ടുകാർക്ക് അറിഞ്ഞുകൂടായിരുന്നു എത്രയാണ് എനിക്ക് കിട്ടുന്ന കുപ്പിയെന്ന്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് മുഖേന പലർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും പെൻഷനായാലും ഇത്ര കുപ്പിയാണ് കിട്ടുന്നതെന്നൊക്കെ. കേട്ടോ, ഇതേ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറക്റ്റ് മിലിറ്ററി എപ്പിസോഡിലോട്ട് പോകാം. ഇതിൻ്റെ മിലിറ്ററി എപ്പിസോഡ് എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ച് മിലിറ്ററി എപ്പിസോഡ്സ് ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കാണാൻ പറ്റുന്നതാണ്. ഇനിയും ഇതുപോലുള്ള മിലിറ്ററി എപ്പിസോഡ് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ്, അഗ്നിവീർ മുഖേന ഒരു കാൻഡിഡേറ്റ് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഒരു കാൻഡിഡേറ്റിന് എല്ലാ മാസവും ലിക്കർ ലഭിക്കുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ട്രെയിനിങ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ട്രെയിനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാ മാസവും 5 ബോട്ടിൽ വീതം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ നാട്ടിൽ ലീവിന് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് 5 ബോട്ടിൽ വീതം നിങ്ങളുടെ നിയറസ്റ്റ് ഉള്ള CSD ക്യാൻറ്റീനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ട്രെയിനിങ് ഡ്യൂറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. പക്ഷേ നമ്മൾ ആ ഒരു 6 മാസം 5 മാസം ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ എവിടെയാണോ നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിനിങ് ചെയ്യുന്നത് ആ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 3 or 4 or 5 ബോട്ടിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തരുന്നതായിരിക്കും അവർ. അതായത് ഒരു ലീവിനായിട്ടാണ് തരുന്നത്, മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാവുന്നതാണ്, ഏതൊരു പട്ടാളക്കാരൻ നാട്ടിൽ വരുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്ത് എല്ലാ കൂട്ടുകാരും ചോദിക്കുന്നതാണ്, എന്താണ് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലേ? ഞാനിപ്പോൾ ഓപ്പണായിട്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ. ട്രെയിനിങ് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് എല്ലാ കാൻഡിഡേറ്റും ലീവിന് പോകുമ്പോൾ അതാത് ട്രെയിനിങ് സെൻറ്ററിൽ നിന്ന് കൊടുക്കാറുണ്ട്. അത് കൊടുക്കുന്ന പല രീതിയിലാണ്, ആ ട്രെയിനിങ് സെൻറ്റർ അനുസരിച്ചിട്ടാണ്, മനസ്സിലായത്? ചിലപ്പോൾ ചില കാൻഡിഡേറ്റിൻ്റെയൊക്കെ വീടിനടുത്തുള്ള ഇൻസ്ട്രക്ടർ ചിലപ്പോൾ അതാത് സെൻട്രൽ പോസ്റ്റിംഗ് കാണും. ചിലപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ട് നാട്ടിൽ പോകുന്നവരും ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞിട്ടും ചില ട്രെയിനിങ് സെൻറ്ററിൽ നിന്നൊക്കെ ചില കുട്ടികൾക്ക് കിട്ടാറുണ്ട്. അവർ അതും കൊണ്ടുമാണ് ലീവിന് പോകുന്നത് തന്നെ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. അഗ്നിവീർ ട്രെയിനിങ് സമയത്തും അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് ശേഷം യൂണിറ്റിൽ ചെന്നിട്ടും അതിനുശേഷം നിങ്ങൾ നാട്ടിൽ ലീവിന് വരുമ്പോഴും എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ ആ ക്യാൻറ്റീൻ കാർഡ്, ലിക്കർ കാർഡും ഉണ്ട്, അതുപോലെ ഗ്രോസറി കാർഡും ഉണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ യൂണിറ്റിൽ നിന്നായിരിക്കും റെഡി ആവുന്നത്. ക്ലിയർ ആ കുട്ടികളെ? നിങ്ങളുടെ യൂണിറ്റിൽ നിന്ന് ഈ ലിക്കർ കാർഡും ഗ്രോസറി കാർഡും റെഡി ആവുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എല്ലാ ക്യാൻറ്റീനിൽ ചെന്നിട്ടും ആ കാർഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ സർവീസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പെൻഷൻ ആയതിനു ശേഷം എന്തുവാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. നിങ്ങൾ പെൻഷൻ ആയതിനു ശേഷം നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ലിക്കർ ലഭിക്കുന്നത് എല്ലാ ക്യാൻറ്റീനിൽ നിന്നും. നിങ്ങളുടെ നിയറസ്റ്റ് ക്യാൻറ്റീൻ എവിടെയാണോ ആ ക്യാൻറ്റീനിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ആയതിനു ശേഷം ലഭിക്കുന്നത്. നിങ്ങൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഓവറോൾ ഇന്ത്യയിലെ ഏത് ക്യാൻറ്റീനിൽ ചെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ലിക്കർ വാങ്ങാൻ പറ്റുന്നതാണ്. കേട്ടോ? അപ്പോൾ നമുക്ക് നോക്കാം പെൻഷൻ ആയതിനു ശേഷം ഏതൊക്കെ റാങ്കിലൊക്കെ ഏതൊക്കെ ലിക്കറാണ് കിട്ടുന്നത്.
എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. പിന്നെ ഏതൊക്കെ ക്വാണ്ടിറ്റിയുള്ള ലിക്കർ നമുക്ക് നോക്കാം. പിന്നെ ഏതൊക്കെ മോഡലുള്ള ലിക്കറാണ് നമുക്ക് നോക്കാം. എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് മിക്ക ക്യാൻറ്റീനിലും. പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില ക്യാൻറ്റീനിലേക്ക് അവരൊരു റിസ്ട്രിക്ഷൻ വെക്കും. അതായത് റം ഇത്ര എടുക്കാൻ പറ്റത്തുള്ളൂ, വിസ്കി ഇത്ര എടുക്കാൻ പറ്റത്തുള്ളൂ, ബ്രാൻഡി ഇത്ര എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. പക്ഷേ അത് എല്ലാ സമയത്തും ഇല്ല. ചില സമയത്തൊക്കെ ഓപ്പൺ ആയിരിക്കും. പിന്നെ പെൻഷൻ ആയവർക്ക് ഓപ്പൺ ആയിരിക്കും, അവർക്ക് എന്തും എടുക്കാവുന്നതാണ്. കാരണം അവർക്ക് എല്ലായിടത്തും പ്രയോറിറ്റി ഉണ്ട്. സർവീസ് ചെയ്യുന്നവരെ കാട്ടിയും പെൻഷൻ ആയവർക്ക് കൂടുതൽ പ്രയോറിറ്റി ഉണ്ട് ക്യാൻറ്റീനിൽ. അവർക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ റാങ്ക് ശിപ്പായി മുതൽ ഹവിൽദാർ വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും 4 ബോട്ടിൽ വീതം എടുക്കാവുന്നതാണ് ക്യാൻറ്റീനിൽ നിന്ന്. നിങ്ങളുടെ റാങ്ക് നായക് സുബേദാറിൽ നിന്ന് സുബേദാർ മേജർ വരെയാണെന്നുണ്ടെങ്കിൽ, അതായത് ജൂനിയർ കമ്മീഷൻ ഓഫീസർ JCO റാങ്കാണ്. നായക് സുബേദാറിൽ നിന്ന് സുബേദാർ മേജർ വരെ റാങ്കുള്ള ഏതെങ്കിലും ഒരാൾ പെൻഷനാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ മാസവും 6 ബോട്ടിൽ വീതം ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഹോണറി ക്യാപ്റ്റൻ, അതുപോലെ തന്നെ ഹോണറി ലെഫ്റ്റനൻറ്റ് എന്നീ റാങ്കിലുള്ളവർക്ക് ഓരോ മാസവും 10 ബോട്ടിൽ വീതം ക്യാൻറ്റീനിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. റാങ്ക് അനുസരിച്ചിട്ട് ഷിപ്പായി ടു ഹവിൽദാർ വരെ 4 ആണ്. പിന്നെ നായക് സുബേദാർ ടു സുബേദാർ മേജർ വരെ 6 ആണ്. പിന്നെ ഹോണറി ലെഫ്റ്റനൻറ്റ്, ഹോണറി ക്യാപ്റ്റൻ വരെ എത്രയാണ്? 10 ബോട്ടിലാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു മാസം നിങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ലിക്വർ അടുത്ത മാസം നമുക്ക് ലഭിക്കുന്നതായിരിക്കത്തില്ല. അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആവുന്നതാണ്. മനസ്സിലായി? ഈ മാസം ഇപ്പോൾ ഞാൻ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചെല്ലുമ്പോൾ എനിക്ക് കഴിഞ്ഞ മാസത്തെ കൂടി ലഭിക്കത്തില്ല. അതങ്ങ് ക്യാൻസലായി പോകുന്നതായിരിക്കും. പിന്നെ ഏത് മാസമാണ് റണ്ണിങ് മൂവ്മെൻറ്റിൽ പോകുന്നത് ആ മാസത്തെ മാത്രമാണ് ലഭിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഇപ്പം ഈ ഒരു ക്യാൻറ്റീൻ്റെ ഫെസിലിറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പട്ടാളക്കാരൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പട്ടാളക്കാരൻ മരിച്ചതിന് ശേഷം അതിൻ്റെ ഫുൾ ഫെസിലിറ്റി എടുക്കാനുള്ള അവകാശം ഭാര്യയ്ക്കാണ്. മനസ്സിലായി? വൈഫിനാണ് ഫുൾ ഫെസിലിറ്റി എടുക്കാനുള്ള അവകാശം. ഈവൻ വൈഫ് മരിച്ചതിന് ശേഷം പിന്നെ ആ പെൻഷനും ക്യാൻറ്റീൻ ഫെസിലിറ്റീസൊന്നും മക്കൾക്ക് ലഭിക്കുന്നതല്ല. ആ 2 പേർക്ക് മാത്രമേ ലഭിക്കത്തുള്ളൂ. ഇത്രയും ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ACP ഹവിൽദാർ റാങ്ക്, ACP നായക് സുബേദാർ റാങ്ക്, അങ്ങനെയുള്ളത് ഒരു ഡിഫറെൻറ്റ് കാറ്റഗറിയിലായിട്ടാണ് വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇപ്പം എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു CSDയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ലിക്വറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്തു എങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഏതെങ്കിലും ഇതുപോലുള്ള മിലിറ്ററി എപ്പിസോഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഫെസിലിറ്റീസ് റിലേറ്റഡ് ആണെങ്കിലും, ഇന്ത്യൻ ആർമിയിലെ എക്സസൈസ് റിലേറ്റഡ് ആണെങ്കിലും, അവിടുത്തെ ഡയറ്റ് റിലേറ്റഡ് ആണെങ്കിലും, ഏത് റിലേറ്റഡ് ആണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. ഞാൻ ഡെഫിനറ്റ്ലി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ റെഡിയാക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഹവിൽദാർ വരെ റാങ്കിലുള്ളവർക്ക് 4 ആണെന്ന്. ഇൻ കേസ് ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ACP നായക് സുബേദാർ റാങ്കിലാണ് പെൻഷൻ ആയതെങ്കിൽ, അതായത് ACP നായക് സുബേദാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ ഇപ്പോൾ ഹവിൽദാർ റാങ്കിൽ തന്നെ കണ്ടിന്യൂസ് 8 വർഷം സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പട്ടാളക്കാരൻ റിട്ടയർഡ് ആവുന്നത് ACP നായക് സുബേദാർ റാങ്കിലായിരിക്കും. അതുപോലെ ഇപ്പം ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ 20ാമത്തെ വർഷം ഹവിൽദാറായി 24ാമത്തെ വർഷം റിട്ടയർഡ് ആവുകയാണെന്നുണ്ടെങ്കിലും അവൻ ACP നായക് സുബേദാർ റാങ്കിലായിരിക്കും ആ ഒരു പട്ടാളക്കാരനും പെടുന്നത്. മനസ്സിലായി? ഒന്നുകിൽ 8 വർഷം ഹവിൽദാർ റാങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ 24 വർഷം സർവീസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ACP നായക് സുബേദാർ റാങ്കിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഓരോ മാസവും 6 ബോട്ടിൽ വീതമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്ത് കാണും. പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലും ഡിഫൻസ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ പിന്നെയും ഞാൻ പറയുകയാണ്, ഓൺലി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാവുള്ളൂ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബാഡ് കമൻറ്റ് ഒന്നും തന്നെ ചെയ്യരുത് കേട്ടോ. ഇന്ത്യൻ ആർമിയിലെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ മാത്രം ചെയ്യുകയാണ്. അതും സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ ലീക്ക് ചെയ്യുന്നില്ല. അവിടുത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ, അതായത് ഇനി പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ പയ്യനും അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്സ് മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.